എന്താണ് കോഡ് കൊണ്ട് ആദ്യകാലങ്ങളിൽ ഉദ്ദേശിച്ച് ഇപ്പം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുമായിട്ടുള്ള ഡെലവെയറിലുള്ള കോഡിൻ്റെ സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തു. അപ്പം അതിന് താഴെ പല ആളുകളും കമൻറ്റുകൾ കൊണ്ടിടുന്നുണ്ട്. എന്താണ് കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കോഡ് കൊണ്ട് ഇന്ത്യക്ക് എന്താണ് കിട്ടിയത്? അപ്പം അതിനെപ്പറ്റിയാണ് വീഡിയോയിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, ചൈന ഇന്ത്യയുടെ ഗാൽവാൻ അതേപോലെ ലഡാക്ക് മേഖലയെല്ലാം അറ്റാക്ക് ചെയ്ത സംഭവം കോവിഡ് സമയത്ത്. നിങ്ങൾക്കിൻ്റെ യഥാർത്ഥ ചിത്രം അറിയോ? ഇന്ത്യയുടെ ആയിരക്കണക്കിന് സ്ക്വയർ കിലോമീറ്റർ ചൈന ക്യാപ്ചർ ചെയ്തു. ഇവിടെ ഒന്നും ആൾപ്പാർപ്പം ഇല്ലാത്ത സ്ഥലമാണ്, പക്ഷെ അതൊരു ക്യാപ്ചർ ചെയ്തു. അത് നോൺ ഫാക്ടറാണ്, അത് തള്ളിക്കളയണ്ട. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് അംഗീകരിച്ചിട്ടില്ല എങ്കിലും ഇതെല്ലാവർക്കും അറിയുന്ന സത്യമാണ്. അപ്പം അതൊരു വലിയ ഫാക്ടറാണ്. നേരത്തെ ഈ അരുണാചലിൽ അവർ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നു, മറ്റുള്ള പല ഇന്ത്യൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ അവർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, എക്സ്പാൻഷനിസം, അതായത് ചൈനയെ ലോകമെമ്പാടും വികസിപ്പിക്കുക, അത് ചൈനയുടെ ഉദ്ദേശമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീലങ്കയിൽ കയറി ഇൻവെസ്റ്റ്മെൻറ്റും അത് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു, മോൾഡീവ്സ്, അങ്ങനെ പല രാജ്യങ്ങളും. ഇന്ത്യയുടെ ബോർഡർ സ്ട്രാറ്റജിക് പ്ലേസുകൾ മുഴുവനും പിടിച്ചെടുക്കുവാനുള്ള പ്രശ്നമുണ്ടായി. അപ്പം അതിനു മുമ്പേ ഈ ചൈനയെ ഒറ്റപ്പെടുത്തണമെന്ന് അമേരിക്കയും പല യൂറോപ്യൻ രാജ്യങ്ങളുടെ ധാരണയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ കോഡുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക, ഇന്ത്യ ഈ രാജ്യങ്ങൾ ഒന്നിക്കുന്നത്. നിങ്ങൾക്കറിയാം, ചൈനീസ് നേവിയെ പറ്റി അവർ ഭയങ്കരമായിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അത് ഇൻഡോ പസഫിക് മേഖലയാണെങ്കിലും ഇന്ത്യൻ ഓഷൻ ആണെങ്കിലും അവരുടെ എക്സ്പാൻഷൻ, അവർ പല രീതിയിലുള്ള വാർഷിപ്പുകളും സബ്മറൈനും, അത് ഭയങ്കര രീതിയിലാണ് വരുന്നത്. അപ്പം ഇത് ഡയറക്റ്റ് ത്രെട്ടുള്ള 3 രാജ്യങ്ങളാണ്. ഒന്ന് ജപ്പാൻ, ഒന്ന് ഓസ്ട്രേലിയ, മറ്റൊന്ന് ഇന്ത്യ. ഇതാണ് ഇഷ്യൂ. ഇവിടെയാണ് കോഡിൻ്റെ പ്രസക്തി. നിങ്ങൾക്കറിയാം, ഇന്ത്യയുടെ നേവൽ ഷിപ്പുകൾ അധികവും ഈ റഷ്യൻ സാധനങ്ങളാണ്. സബ്മറൈൻ ആണെങ്കിലും ന്യൂക്ലിയർ സബ്മറൈൻ ആണെങ്കിലും ഇത് പലപ്പോഴും പീസ് ടൈം, വാറില്ലാത്ത സമയത്ത് വരെ പൊട്ടിത്തെറിക്കാറുണ്ട്. ബോംബെയിലുണ്ടായി, മറ്റ് പലയിടത്തും ഉണ്ടായി. ഇത് അധികം ഏജ്ഡായി, ഇത് ഈ പഴയ പോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇന്ത്യൻ നേവിക്ക് പുതിയ ഷിപ്പുകൾ, നിങ്ങൾക്കറിയാം, അടുത്ത സമയത്താണ് വിക്രാന്ത് എന്ന് പറഞ്ഞ ഷിപ്പ്, ഇപ്പോൾ നേരത്തെ ഉള്ളതല്ല, അത് ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഷിപ്പ് കൊച്ചിയിലുണ്ട്. എയർക്രാഫ്റ്റ് കരിയറാണ്, പക്ഷെ അത് ഹൈലി അഡ്വാൻസ്ഡ് ടെക്നോളജി അല്ല. ഈ സന്ദർഭത്തിലാണ് ജപ്പാനും ഓസ്ട്രേലിയ അവർ പറയുന്നത്, ഇതെല്ലാം മുൻപ് ജനങ്ങളുടെ മുമ്പിലുള്ള ടോക്സ് അല്ല, ഇതൊരു ഹിഡൻ ടോക്സ് ആണ്. ഇതിലാണ് ധാരണയുണ്ടായത്. എന്താണ് ഈ ധാരണ? അതായത് ജപ്പാനും ഓസ്ട്രേലിയയും ഇന്ത്യയുടെ നേവൽ ഷിപ്പുകളും എയർക്രാഫ്റ്റ് കരിയറും മുഴുവനും മാറ്റി പുതിയത് ഉണ്ടാക്കുവാൻ വേണ്ടി ഇന്ത്യയിൽ ഉണ്ടാക്കും. അതിനവർ ഫിനാൻസ് കൊടുക്കും. ജപ്പാനും അമേരിക്കയും അതേപോലെ തന്നെ അതിൻ്റെ ടെക്നോളജി കൈമാറും. അതായത് ന്യൂക്ലിയർ സബ്മറൈൻ ആണെങ്കിലും എയർക്രാഫ്റ്റ് കരിയർ ആണെങ്കിലും നേവി, അതായത് ഇൻഡോ പസഫിക് റീജിയനും ഇന്ത്യൻ ഓഷ്യൻ റീജിയനും അതിൻ്റെ പണം മുഴുവനും മുടക്കുന്നത് ജപ്പാനും ഓസ്ട്രേലിയ. അത് ലോങ് ടൈമാണ്. അതായത് ലോങ് ടൈമായിട്ട് അവർ പണം മുടക്കും, കാരണം അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. അത് ഇന്ത്യക്കാണ് അവർ നിർമ്മിച്ചു കൊടുക്കുന്നത്, അത് ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ക്ലോസ് എന്ന് പറയുന്നത്. അതായത് ഇൻഡോ പസഫിക് റീജിയനിൽ ഇന്ത്യൻ ഷിപ്പുകളായിരിക്കും പെട്രോളിംഗ് നടത്തുന്നത്, ഒന്ന്. രണ്ടാമത് അവർ പറഞ്ഞത്, അമേരിക്കയുടെയും ഇസ്രായേലും കൂടെ ഡെവലപ്പ് ചെയ്ത് ഏറ്റവും അത്യാധുനികമായ ആരോ ആൻറ്റി എയർക്രാഫ്റ്റ്, അതായത് എയർ ഡിഫൻസ് മിസൈൽ, അത് ലോകത്തിലെ ഏറ്റവും ശക്തമാണെന്നാണ് പറയുന്നത്, ആരോ എന്ന് പറയുന്ന സംഭവം, അത് ഇന്ത്യക്ക് അമേരിക്ക കൈമാറും. അതായത് ചൈനീസ് മേഖലയിൽ മുഴുവനും അത് കൈമാറും. അതായത് ഇന്ത്യയിൽ അത് മാനുഫാക്ചർ ചെയ്തിട്ട് ചൈനീസ് ഇന്ത്യയുടെ ബോർഡറിലായിരിക്കും അത് ഡിപ്ലോയ് ചെയ്യുന്നത്. അമേരിക്കയുടെ ഏറ്റവും അത്യാധുനികമായ F-35, അതിനെപ്പറ്റി നിങ്ങൾ കേട്ട് കാണും, കാരണം റഡാറിന് പോലും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്ത എയർക്രാഫ്റ്റാണ്, ഫൈറ്റർ എയർക്രാഫ്റ്റാണ്. അത് വെപ്പൺസ് ഉൾപ്പെടെ അതിൻ്റെ പണവും ഈ 2 രാജ്യങ്ങളും കൊടുക്കും. അത് ഈ ചൈന ഇന്ത്യ ബോർഡറിൽ 2 സ്ക്വാഡ്രൺ, ഏകദേശം 24ഓളം
ഫ്ലൈറ്റുകൾ ഡിപ്ലോയ് ചെയ്യണം. ഇതായിരുന്നു ആദ്യത്തെ ടോക്സ്. അത് ഈ രാജ്യങ്ങൾ സമ്മതിച്ചാണ്, ഇന്ത്യയെ സമ്മതിച്ചു. കാരണം ഇന്ത്യയുടെ ലാൻഡ് പോയി കിടക്കുന്ന സമയത്താണ് ഈ പ്രശ്നം ഉണ്ടായേക്കുന്നത്. ഇതിനു വേണ്ടിയാണ് ഈ കോഡ് എന്ന് പറഞ്ഞ സംഭവം രൂപീകരിക്കുന്നത്. കാരണം ഇന്ത്യയുടെ കയ്യിൽ ഇത്രയും പണമില്ല ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ. അതായത് എയർക്രാഫ്റ്റ്, കാരണം ഈ നാറ്റോ ഒഴികെ ഒരു രാജ്യങ്ങൾക്കും അമേരിക്ക F-35 കൊടുത്തിട്ടില്ല. അപ്പൊ അത് ഇന്ത്യക്ക് കൊടുക്കുന്നു. അതേപോലെ തന്നെ ആരോ എന്ന് പറഞ്ഞ എയർ ഡിഫൻസ് സിസ്റ്റം അത് കൊടുക്കുന്നു. പിന്നീട് ഇതിന്റെ പണം മുഴുവൻ ഈ രണ്ട് രാജ്യങ്ങൾ സ്പെൻഡ് ചെയ്യും. ടെക്നോളജി അമേരിക്ക കൈമാറും. അതിൻ്റെ കൂടെ മറ്റൊന്നുണ്ട്. ഇപ്പൊ നാറ്റോയ്ക്ക് പുറകെയുള്ള ഏറ്റവും ഫേവറേറ്റ് നേഷൻ, അങ്ങനെ ഒരു നേഷനാണ് ഇസ്രായേൽ. ആ സ്റ്റാറ്റസ് ഇന്ത്യക്ക് കൊടുക്കുക. അതായത് ഇന്ത്യ ഏതെങ്കിലും രാജ്യങ്ങൾ ആക്രമിക്കാൻ വരികയാണെങ്കിൽ അമേരിക്കൻ വാർഷിപ്പുകൾ ഇന്ത്യക്ക് ചുറ്റും നിൽക്കും. ഇതായിരുന്നു ഉറപ്പ്. മനസ്സിലായോ സംഭവം? ഈ വെറും ഈ ബോധമില്ലാത്ത സംഘിത്തലയും വെച്ചോട്ട് ചിന്തിച്ച് ഇത് പിടികിട്ടത്തില്ല. ഇതിനെ ആലോചിച്ച് മനസ്സിലാക്കണം. അതായത് ഇത് ജനങ്ങളുടെ മുമ്പിൽ വരുന്ന ടോക്സ് അല്ല, ഇതാണ് ഹിഡൻ ടോക്സ്. ബാക്കി ജനങ്ങളുടെ മുമ്പിൽ വരുന്ന ടോക്സ് എല്ലാം വ്യാപാര കരാറ്, സെമി കണ്ടക്ടർ, അത് സ്റ്റാർട്ട് ചെയ്യും, ഇത് സ്റ്റാർട്ട്, ഇതെല്ലാം അതിൻ്റെ ഓരോ മറ്റുള്ള വെർട്ടിക്കൽസ് ആണ്. ഇത് ജനങ്ങളോടും പബ്ലിക്കായിട്ടും പറയും. പക്ഷെ ഇതിനകത്തൊരു ഹിഡൻ അജണ്ട എന്ന് പറയുന്നത് എങ്ങനെ ചൈനയെ എതിർക്കാൻ പറ്റും, എങ്ങനെ ഈ ജപ്പാനും അതേപോലെ ഓസ്ട്രേലിയക്കും ഫുള്ളായിട്ടുള്ള സപ്പോർട്ട് ഇന്ത്യൻ നേവിയും ഇന്ത്യൻ ഫോഴ്സും ചെയ്യാൻ പറ്റും. അതായത് ഈ രാജ്യങ്ങളിൽ പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ ഇന്ത്യൻ ഫോഴ്സ് ഇന്റർവീൻ ചെയ്യണം ഇമ്മീഡിയറ്റ് ആയിട്ട്. ഇത് ബേസിക്കലി നമ്മൾ അംഗീകരിച്ചതാണ് സംഭവം. അതിനെയാണ് റഷ്യ പുട്ടിൻ്റെ അടുത്ത് പോയി ഓയിൽ കച്ചവടം നടത്തി ഇല്ലാതാക്കി കളഞ്ഞത്. അത് വീണ്ടും റിവൈവ് ചെയ്യാൻ, കാരണം ഈ രണ്ട് രാജ്യങ്ങൾക്കും ആവശ്യമാണ്. ഇതിനെയാണ് അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ്? അവർക്കൊരു കാരണവശാലും ഈ ചൈനയായിട്ട് റിലയബിൾ ഫ്രണ്ടായിട്ട് പോകാൻ പറ്റില്ല. അതാണ് അവരുടെ പ്രശ്നം. അതായത് ചൈനയെ പഴയ പോലെ ആശ്രയിക്കാൻ പറ്റില്ല. ഏത് രീതിയിൽ അവർ ഡിസ്റ്റർബ് ചെയ്യാൻ തയ്യാറാകും ഗ്ലോബൽ എക്കോണമി, പ്രത്യേകിച്ച് അമേരിക്കയാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളും. അതിന് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുവരിക, ഇതാണ് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ്. ഉറപ്പായിട്ടും അവൻ്റെ ഒരു ഉദ്ദേശം കാണും. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. നിങ്ങളിന്ന് നോക്കുക, ഇന്നലെയാണ് കോഡ് മീറ്റിംഗ് കഴിയുന്നത്. ഇന്ന് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് താഴെ പോയതെല്ലാം കൂടെ മുകളിലോട്ട് പൊങ്ങി. അതിന്റെ കാര്യം എന്തുവാ? ഇതെല്ലാം ബിസിനസ് ആണ് സുഹൃത്തെ. അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ധാർമ്മികതയും മണ്ണാങ്കട്ടിയൊന്നും അല്ല ഇതിൻ്റെ അകത്ത്. ഈ പറയുന്ന രാജ്യങ്ങളുടെയിലാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തികമുള്ളത്. കാരണം സമ്പന്ന രാഷ്ട്രങ്ങളാണ്. അവർക്ക് ഇന്ത്യയെ ആവശ്യമുള്ളത് അവരുടെയും കൂടെ പാർട്ടായിട്ട് അവരുടെ കൂടെ നിൽക്കണം. ഇതാണ് സംഭവം. അപ്പൊ അതിന് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുവരിക, സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും സോഷ്യൽ ലൈഫിലും മുന്നോട്ട് കൊണ്ടുവരിക, ഇതാണ് ഈ കോഡിന്റെ ഉദ്ദേശം. കാരണം ഇന്ത്യയിലെ മാൻ പവർ ഉണ്ട്, ഇന്ത്യ ട്രെയിൻഡ് ആംഡ് ആണ്. കാരണം നമുക്ക് ഇനി നല്ല എക്യുപ്മെന്റ്സ് മാത്രം കിട്ടിയാൽ മതി. അപ്പം ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചൈനയ്ക്ക് ബദലായിട്ട് ഇൻഡോ പസഫിക്കിലും ഇന്ത്യൻ ഓഷ്യനിലും ഇന്ത്യൻ നേവി ആണെങ്കിലും ഇന്ത്യൻ ആംഡ് ഫോഴ്സ് ആണെങ്കിലും എക്യുപ്പായി കഴിഞ്ഞാൽ ചൈനയ്ക്ക് പേടിയാകും. ആ പേടി കൊടുക്കാൻ വേണ്ടി ഇന്ത്യയെ കൊണ്ടുവരിക, ഇതാണ് കോഡിന്റെ യഥാർത്ഥ ഉദ്ദേശം.